ഇന്ന് നമുക്ക് അവൽ ഉപയോഗിച്ചിട്ട് ഒരു സ്നാക്ക് തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവൽ വേണം മെയിനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ കട്ടിയുള്ള അവലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ അവൽ തന്നെ വേണമെന്നില്ല, നമുക്ക് കനം കുറഞ്ഞ പേപ്പർ പോലത്തെ അവലായാലും മതി. ഏതാണ് ഉള്ളത് അത് ഉപയോഗിക്കാം. ആദ്യം തന്നെ ഈ അവൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് കഴുകിയെടുക്കാം. ഒരു 2-3 വട്ടം കഴുകിയെടുക്കാം. ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റി 2 പ്രാവശ്യം കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഈ അവൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് നേരം ഏകദേശം ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. ഇത് നമ്മൾ പേപ്പർ പോലത്തെ അവലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചാൽ മതി. അതപ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിക്കോളും. ഈ കട്ടിയായിട്ടുള്ള അവലായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അവൽ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ കുഴഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ഇതിലോട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് കരിവേപ്പില, ഇത് ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് നോക്കി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാരറ്റും സവാളയൊക്കെ ചേർക്കുന്ന വീഡിയോ ക്ലിപ്പിംഗ് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റാണത് ഗ്രേറ്റ് ചെയ്ത് ചേർത്തതാണ്. ക്യാരറ്റ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലോട്ട് 2 വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കടലമാവ് ചേർക്കാം. പക്ഷേ അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നോക്കി ചേർക്കാം, കാരണം നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയും ചേർക്കാവുന്നതാണ്. ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം. അവൽ ചേർക്കുമ്പോൾ അതിലൊട്ടും തന്നെ വെള്ളം ഇല്ലാതെ നോക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, നല്ല ഡ്രൈ ആയിരിക്കണം. അഥവാ നമ്മൾ ഈ അവലിൽ കുറച്ച് വെള്ളം കൂടുതലാണെങ്കിൽ അരിപ്പൊടി കുറച്ചും കൂടി കൂട്ടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഡ്രൈ ആയിട്ടാണുള്ളത്, ഒട്ടും തന്നെ ലൂസായിട്ടൊന്നുമില്ല. അഥവാ നിങ്ങളിത് കുഴയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം എക്സ്ട്രാ കൂടിപ്പോയെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂട്ടി ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേറ്റ് നമുക്കെടുക്കാം. ഈ പ്ലേറ്റിലേക്ക് നേരത്തെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് തേച്ച് വെച്ചതാണ്. ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ ലെവൽ ചെയ്ത് ഫ്രീസറിൽ വെക്കണം. ഏകദേശം നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് വെച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. അങ്ങനെ സമയമില്ലെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചാലും മതി. ഏകദേശം ഒരു 10 മിനിറ്റ് മിനിമം വെക്കണം, അതല്ലെങ്കിൽ അരമണിക്കൂർ നേരത്തേക്ക് വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളിത് ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീസറിൽ കൂടുതൽ സമയം വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടറിൻ്റെ ഡിസൈൻ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതേപോലത്തെ സ്ക്വയർ ഷേപ്സിലാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് വലുപ്പത്തിലാക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എടുത്ത് മാറ്റാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് പതുക്കെ ഓരോന്നും ഇതേപോലെ ഇളക്കിയെടുക്കുക. ഇത് വേണമെങ്കിൽ കുറച്ച് കൈവച്ച് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കത്തി വെച്ചിട്ട് ഓരോ പീസസും അടർത്തി മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രീസറിൽ വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ ഓരോ ക്യൂബ്സും ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ വെന്തതാണ്, പക്ഷേ അവലും അതേപോലെ ക്യാരറ്റും സവാളയൊക്കെ വേവണം. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇതിൻ്റെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആവണം, അതുവരെ നമുക്കിത് വറുത്തെടുക്കാം. അതേപോലെ നമ്മൾ എണ്ണയിൽ ഇട്ട പാടെ തന്നെ ഇട്ട് ഇളക്കരുത്, ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയെന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ആക്കാം. ഇപ്പോൾ പ്ലേറ്റിലൊന്നും ആക്കാതെ തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അവൽ കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത കാരണം തന്നെ വളരെ ക്രിസ്പിയാണ്. പിന്നെ അവലും കൂടി ഉള്ളത് കാരണം നല്ല ക്രിസ്പിയാണ്. അതുപോലെ അകത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും, പുറമേ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു.